UKVI word order and sentence structure. This is me Devika from Teachers Academy Tiruvalla. So I hope എല്ലാവരും ക്രിസ്മസിനെയൊക്കെ വരവേൽക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. സോ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ IELTS UKVI വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൂൾസ് ഫോർ ചേഞ്ചിങ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് എന്ന ടോപ്പിക്കാണ്. സോ ഇൻ ദ ലാസ്റ്റ് ലൈവ് സെഷൻ ഓഫ് IELTS UKVI ആൻഡ് വേർഡ് ഓർഡർ നമ്മൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും അല്ലേ. സോ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഒരു ആക്റ്റീവ് വോയിസ് എന്താണ്, അതേപോലെ ഈ ആക്റ്റീവ് വോയിസ് ആസ് വെൽ ആസ് പാസീവ് വോയിസ്, ടു വോയിസസ് ഓഫ് ദ വെർബ്. ഈ ഒരു ടു വോയിസസ് ഓഫ് ദ വെർബ് ഏതൊക്കെയാണ്, ആക്റ്റീവ് വോയിസ് ആസ് വെൽ ആസ് പാസീവ് വോയിസ്. സോ എങ്ങനെയാണ് ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ പാസീവ് സെൻറ്റൻസ് ആക്കേണ്ടത്, അല്ലെങ്കിൽ ഹൗ ടു ഐഡൻറ്റിഫൈ ആക്റ്റീവ് സെൻറ്റൻസ് ആസ് വെൽ ആസ് പാസീവ് സെൻറ്റൻസ്, ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ ടുഡേ ഇൻ ദിസ് ലൈവ് സെഷൻ വി ആർ ഡിസ്കസിങ് റൂൾസ് ഫോർ ചേഞ്ചിങ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. റൂൾസ് ഫോർ ചേഞ്ചിങ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഓൾറെഡി ആക്റ്റീവ് വോയിസ് എന്താണ് അല്ലെങ്കിൽ പാസീവ് വോയിസ് എന്താണെന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ എല്ലാവർക്കും തന്നെ കിട്ടിക്കാണും. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു റൂൾസ്, അതായത് ഏതൊക്കെ റൂൾസാണ് ഈ ഒരു ഓരോ സെൻറ്റൻസിനെയും, അതൊരു ഷോർട്ട് സെൻറ്റൻസ് ആയിക്കോട്ടെ ഒരു ലോങ് സെൻറ്റൻസ് ആയിക്കോട്ടെ, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാം. സോ അതിനൊരു 6 സീക്രട്ട് റൂൾസാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ ഫോർ അനദർ live session of IELTS UKVI word order and sentence structure. ഓക്കെ, സോ നമ്മൾ ഇന്ന് 6 സീക്രട്ട് റൂൾസ്, ഒരു 6 മെയിൻ ആയിട്ടുള്ള റൂൾസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്പർ 1, സിംപ്ലി എക്സ്ചേഞ്ച് ദ പ്ലേസസ് ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് ദി ഒബ്ജക്റ്റ്. സോ ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ഫോം എന്താണ്? ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ. ഒരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതേപോലെ ഒരു വേർബ് ഓർ ദി ഡൂയിങ് വർക്ക് ഓർ ദി ആക്ഷൻ വേർഡ് ആസ് വെൽ ആസ് വൺ ഒബ്ജക്റ്റ്. ആരാണോ ഈ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്നത്, അത് ആ ഒരാളെ അല്ലെങ്കിൽ ആ ഒരു റിസീവ് ചെയ്യുന്നതിനെ നമുക്ക് ഒബ്ജക്റ്റ് എന്നും, ആരാണോ ചെയ്യുന്നത് ആ ആക്ഷൻ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരാളെ സബ്ജക്റ്റ് എന്നുമാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. സോ ദ ഫസ്റ്റ് റൂൾ ദാറ്റ് വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ ചേഞ്ചിങ് ആക്റ്റീവ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് സെൻറ്റൻസ് ഇസ് ദാറ്റ് സിംപ്ലി എക്സ്ചേഞ്ച് ദി പ്ലേസസ് ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് ദി ഒബ്ജക്റ്റ്. സോ ആക്റ്റീവ് വോയിസിൽ നിന്നും ഒരു പാസീവ് വോയിസിലേക്ക് ഒരു സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റൂള് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലേസസ് ഓഫ് ദി സബ്ജക്റ്റ്, സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിൻ്റെയും പ്ലേസസ്. ആക്റ്റീവ് വോയിസിലുള്ള സബ്ജക്റ്റിൻ്റെ പ്ലേസ് അതേപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ പ്ലേസും എക്സ്ചേഞ്ച് ചെയ്യുക വെദർ ഓർ വൈൽ വി കൺവേർട്ട് ദിസ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഷീ ബോട്ട് എ ന്യൂ കാർ. സോ കൺസിഡർ ദിസ് ആസ് യുവർ സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. ഇതാണ് ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണ്. ഷീ ബോട്ട് എ ന്യൂ കാർ. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ഷീ എന്ന് പറയുന്നതായിരിക്കും സബ്ജക്റ്റ്, ബോട്ട് എന്ന് പറയുന്നതാണ് ആക്ഷൻ വേർഡ്, അതായത് വേർബിനെ സിഗ്നിഫൈ ചെയ്യുന്നത് ബോട്ട് എന്ന വേർഡാണ്. എ ന്യൂ കാർ, ഈ ന്യൂ കാർ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം? പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആക്റ്റീവ് വോയിസിലെ ഷീ എന്ന ആ ഒരു പ്രൊനൗൺ ചേഞ്ച് ചെയ്ത് ഒബ്ജക്റ്റായിട്ടായിരിക്കും മാറുക. സോ ഷീ ബോട്ട് എ ന്യൂ കാർ എന്നുള്ളത് ആക്റ്റീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എ ന്യൂ കാർ വാസ് ബോട്ട് ബൈ ഹർ, ഇങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. എ ന്യൂ കാർ വാസ് ബോട്ട് ബൈ ഹർ. സോ ഷീ എന്ന് പറയും, ആക്റ്റീവ് വോയിസിൽ ഷീ എന്ന സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റായിട്ടാണ് മാറുന്നത്. അതേപോലെ ആക്റ്റീവ് വോയിസിലെ ന്യൂ കാർ എന്നുള്ള ഒബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ന്യൂ കാർ എന്ന സബ്ജക്റ്റ് ആയിട്ടാണ് മാറുന്നത്. ഇതാണ് ഈ ഒരു ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, എക്സ്ചേഞ്ച് ദ പ്ലേസസ് ഓർ ദ പൊസിഷൻ ഓഫ് ദി സബ്ജക്റ്റ് ആസ് വെൽ ആസ് ദി ഒബ്ജക്റ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് convert the main verb into its past participle or its third form.
സോ യൂഷ്വലി നമ്മൾ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വേർബിന് വരുന്ന ഒരു മാറ്റം എന്താണ്? നമ്മൾ സബ്ജക്റ്റിന് ശേഷം ഒരു പാസീവ് വോയിസിലേക്ക് ഒരു സെൻറ്റൻസ് മാറ്റുന്ന സമയത്ത് ഈ ഒരു തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസിൽ ഈ ഒരു വേർബിൻ്റെ ഈ വേർബ് V3 ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബിലേക്കായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. സോ റൈറ്റ് എന്നാണ് ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ളതെങ്കിൽ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു റൈറ്റിൻ്റെ V3 ഫോമായ റിട്ടൺ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ കൺവേർട്ട് ദ മെയിൻ വേർബ് ഇൻ ടു ഇറ്റ്സ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ ഇറ്റ്സ് തേർഡ് ഫോം. അതാണ് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. തന്നിട്ടുള്ള വേർബിൻ്റെ മെയിൻ വേർബിൻ്റെ ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ള മെയിൻ വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കണം നമ്മൾ എവിടേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് വി ഹാവ് ടു യൂസ്. അതാണ് ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഫസ്റ്റ് ഫോം ഫോർ എക്സാമ്പിൾ ബൈ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം ബോട്ട്, തേർഡ് ഫോമും അതേപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. സിങ്, സാങ്, സങ്. സോ സിങ് എന്ന് പറയുന്ന മെയിൻ വേർബിൻ്റെ തേർഡ് ഫോമായിട്ട് വരുമ്പോൾ സിങ്, സാങ്, സങ്. സങ് ആയിരിക്കും പാസീവ് വോയിസിൽ എഴുതുമ്പോൾ ഈ സിങ് എന്നുള്ളത് സങ് എന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. ഗ്രോ, ഗ്രൂ, ഗ്രോൺ. ഗ്രോ എന്ന് പറയുന്ന മെയിൻ വേർബ് തേർഡ് ഫോമിലേക്ക് വരുമ്പോൾ ഗ്രോൺ എന്നതായിരിക്കും നമ്മൾ പാസീവ് വോയിസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ആ ഒരു ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത്. So that is tip number or rule number 2. And the third rule is always use the preposition by before the subject in a passive sentence. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിലെ പ്രിപ്പോസിഷൻ, തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഒരു പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ഓർ ബിഫോർ വി ഹാവ് ടു യൂസ് ദ പ്രിപ്പോസിഷൻ ബൈ എന്നുള്ള പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബിഫോർ ദി സബ്ജക്റ്റ് പാസീവ് സെൻറ്റൻസിലെ സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ബൈ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, മൈ ബ്രദർ സാങ് എ സോങ്. സോ കൺസിഡർ ദിസ് ആസ് ദി സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. മൈ ബ്രദർ സാങ് എ സോങ്, ഇതാണ് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് എങ്കിൽ ഇതിനെ നമ്മൾ പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എ സോങ് വാസ് സങ് ബൈ മൈ ബ്രദർ. എ സോങ് വാസ് സങ് ബൈ മൈ ബ്രദർ എന്നാണ് കൺവേർട്ട് ആവുന്നത്. സോ ഇവിടെ എ സോങ് വാസ് സങ് ബൈ മൈ ബ്രദർ, എൻ്റെ ബ്രദറാൽ പാടി, ആ ഒരു ബ്രദറാണ് പാടിയത്. സോ ബൈ ബ്രദർ, അതായത് ഈ ഒരു ബ്രദർ എന്ന ആ ഒരു സബ്ജക്റ്റ് അതിന് തൊട്ട് മുന്നേ ആക്റ്റീവ് വോയിസിലെ ബ്രദർ എന്ന സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ആണ് ഈ ബൈ എന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തത്. ആൻഡ് മൂവിങ് ഓൺ ടു ദി ഫോർത്ത് റൂൾ, ചേഞ്ച് ഓഫ് ടെൻസ് ഓഫ് ദി ഓക്സിലറി വേർഡ്. ചേഞ്ച് ഓഫ് ടെൻസ് ഓഫ് ദി ഓക്സിലറി വേർഡ് ആണ് റൂൾ നമ്പർ 4 എന്ന് പറയുന്നത്. So what is change of tense of the auxiliary word means? When you change the verb form of the main verb, the tense of the auxiliary verb also changes accordingly. So എന്താണ് auxiliary word? auxiliary wordൻ്റെ ടെൻസും പാസീവ് വോയിസിലേക്ക് ഒരു ആക്റ്റീവ് വോയിസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഓക്സിലറി വേർഡ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ് കൂടി എന്താകും, ടെൻസിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, she walked sun rises from the east എന്നാണെങ്കിൽ ഈസ്റ്റ് ഈസ് വേർ ദി സൺ റൈസസ് ഫ്രോം എന്നായിരിക്കും പാസീവ് വോയിസിലേക്ക് ഈ ഒരു ചേഞ്ച് മാറുന്നത്. ഫോർ ഫ്യൂച്ചർ ടെൻസിലെ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഷീന വിൽ ഡു ദി ക്രാഫ്റ്റ് വർക്ക്. സോ വിൽ എന്നുള്ള ഒരു യൂസേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സെൻറ്റൻസ് ഡെപ്പിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിഗ്നിഫൈ ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഷീന വിൽ ഡു ദി ക്രാഫ്റ്റ് വർക്ക്. ഈ ഒരു വിൽ എന്നുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും ക്രാഫ്റ്റ് വർക്ക് വിൽ ബി ഡൺ ബൈ ഷീന. സോ ഡൂവിൻ്റെ തേർഡ് ഫോം ആയ ഡൺ ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ക്രാഫ്റ്റ് വർക്ക് വിൽ ബി, അവിടെ നമ്മൾ ഈ ഒരു ടെൻസിന് യാതൊരു ചേഞ്ചും വരുത്തുന്നില്ല. ക്ലിയർ ആണോ? പ്രസൻറ്റ് ടെൻസിലാണ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സെൻറ്റൻസ് എങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻറ്റ് ടെൻസിൽ സിഗ്നിഫൈ ചെയ്യുന്ന ഓക്സിലറി വേർഡ് അല്ലെങ്കിൽ ഓക്സിലറി വേർബിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. വൈൽ വി കൺവേർട്ട് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ഓക്സിലറി വേർഡ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് സെയിം അത് ഏത് ടെൻസാണോ ആക്റ്റീവ് വോയിസിൽ തന്നിട്ടുള്ളത് അതേ ടെൻസ് തന്നെ ആയിരിക്കണം നമ്മൾ എവിടെയും ഫോക്കസ് ചെയ്യേണ്ടത്. while we convert it into passive voice, same tense തന്നെ ആയിരിക്കും. ആ ചേഞ്ചിന് ടെൻസ് ഒന്നും ആ ഒരു ചേഞ്ച് ഓഫ് ടെൻസ് ഓഫ് ദി ഓക്സിലറി വേർഡ് അവിടെ അത് സെയിം തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ.
അതായത് അതാണ് ഇവിടെ ചേഞ്ച് ഓഫ് ടെൻസ് ഓഫ് ദി ഓക്സിലറി വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആക്റ്റീവ് വോയിസിലൊരു ടെൻസ് ഏതാണോ അത് തന്നെ ഇവിടെ പാസീവ് വോയിസിലേക്ക് വരുമ്പോഴും ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ചേഞ്ച് ആവുക ഇൻ ദ സെൻസ് ഏത് ടെൻസ് ആണോ അത് തന്നെ ആയിരിക്കും ക്ലിയർ ആയിട്ട് ചേഞ്ച് ആവുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഫിഫ്ത്ത് റൂൾ. Now we move on to the fifth rule. If there are any adverbs used in the sentence with the active voice, be sure to include it in the passive voice as well. Adverbs ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഒരു adverb നമ്മൾ യൂസ് ചെയ്താൽ ആക്റ്റീവ് വോയിസിൽ ഒരു adverbs യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ be sure to include it in the passive voice as well. Do not try to drop it or do not try to omit it from that particular sentence. omit ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഷുവർ ആക്കേണ്ടത് ട്രൈ ടു ഇൻക്ലൂഡ് ഓൾ ദോസ് ആഡ്വേർബ്സ് ഇൻ ദി പാസീവ് വോയിസ് ആസ് വെൽ. നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിൽ ഒരു ആഡ്വേർബ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു പാസീവ് വോയിസിൽ കൂടി ഇതെന്ത് ചെയ്യണം, ഈ ഒരു ആഡ്വേർബ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആവുന്നു, ആൻഡ് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആവുന്നു. ഇതാണ് മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിലെ വേർബിൻ്റെ വേർബ് ഫോം പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ സബ്ജക്റ്റിന് തൊട്ട് മുന്നേ ബൈ യൂസ് ചെയ്യുക. ബട്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ തന്നിട്ടുള്ള ആ ഒരു വേർഡ്സിലൊന്നും നമുക്ക് യാതൊരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. ചേഞ്ച് വരുത്താൻ പാടില്ല ഇൻ ദ സെൻസ് നമുക്ക് തന്നിട്ടുള്ള ഒരു സെൻറ്റൻസിലെ വേർഡ് ഒന്നും തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒമിറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കത് ഡ്രോപ്പ് ചെയ്യാനോ എടുത്ത് മാറ്റാനുള്ള റൂള് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത എന്നല്ല, അങ്ങനെ ഒരു റൂൾ നമുക്കില്ല, അങ്ങനെ ഒരു റൈറ്റ് നമുക്കില്ല. തന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസിലെ എല്ലാ വേർഡ്സും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടെൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾക്കുള്ള ആ ഒരു റൈറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു വേർഡ് പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല while we convert active voice into passive voice. Then words like, the last rule is words like with or to are also used in passive voice. Passive voice like change ചെയ്യുമ്പോൾ we also have to use those words like with or to. with, to ഇത്തരത്തിലുള്ള വേർഡ്സും നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതാണ്. with അല്ലെങ്കിൽ to. For example, you may recall that we use by quite frequently in an active voice to passive voice conversion. For example, active voice ഒരു sentence I know her. So consider this as one sentence in active voice. I know her. എനിക്ക് അവളെ അറിയാം. സോ ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച് എങ്ങനെയായിരിക്കും? ഐ നോ ഹെർ എന്ന ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഷീ ഈസ് നോൺ ടു മീ എന്നാണ് ചേഞ്ച് ആവുന്നത്. ഷീ ഈസ് നോൺ ടു മീ. ഗുഡ് ആഫ്റ്റർനൂൺ രാജി മാം, രാജു ഷെരീഫ്. സോ ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഷീ ഈസ് നോൺ ടു മീ എന്നാണ് ഈ ഒരു സെൻറ്റൻസ് കൺവേർട്ട് ആവുന്നത്. ഷീ ഈസ് നോൺ ടു മീ. യെസ് രാജശ്രീ, വെരി ഗുഡ്. ഷീ ഈസ് നോൺ ടു മീ. യെസ്, കറക്റ്റ് ആണ്. സോ നോ എന്ന ആ ഒരു മെയിൻ വേർബ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് വന്നപ്പോൾ നോ എന്ന മെയിൻ വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ നോൺ എന്നാണ് നമ്മൾ നോൺ ചേഞ്ച് ആവുന്നത്. സോ ഷീ ഈസ് നോൺ ടു മീ അല്ലേ, ടു മീ. സോ ടു എന്നുള്ള പ്രിപ്പോസിഷനാണ് ഇവിടെ നമ്മൾക്ക് ഈ എക്സ്ട്രാ അല്ലെങ്കിൽ ഈ ഒരു ടു എന്ന പ്രിപ്പോസിഷൻ കൂടി എവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പാസീവ് വോയിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ വൺ മോർ എക്സാമ്പിൾ, ലവ് ഫിൽസ് മൈ ഹാർട്ട്. ലവ് ഫിൽസ് മൈ ഹാർട്ട്. സോ ഈ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച് എന്താണ്, ഓർ എങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ലവ് ഫിൽസ് മൈ ഹാർട്ട്. സോ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് ടു ലവ് എന്നല്ല, മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ലവ്.
ലവ്വാൽ എന്നാണ് നമ്മൾ പറയുന്നത്. സോ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ലവ്. അതേപോലെ പ്രീവിയസ് എക്സാമ്പിൾ ഷീ ഈസ് നോൺ ടു മീ. നോൺ കഴിഞ്ഞ് ടു എന്നുള്ള പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അതേപോലെ മൈ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ലവ്. സോ വിത്ത് എന്നുള്ള യൂസേജ്. സോ ടുവിൻ്റെയും വിത്തിൻ്റെയും യൂസേജ് ഇൻക്ലൂഡിങ് വൈൽ വി ഇൻക്ലൂഡ് ഓൾ ദോസ് വേർഡ്സ് ഇൻ പാസീവ് വോയ്സ്. നിങ്ങൾക്ക് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. So if you have any doubts regarding all of these things that I discussed today, please do comment in your comment section so that I can easily clear it off. So ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് റൂൾസ് ആണ്. റൂൾസ് ഫോർ ചേഞ്ചിങ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ നിന്നും ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആണ്. കുറച്ച് റൂൾസ് ഇൻ ദ സെൻസ് 6 സീക്രട്ട് റൂൾസ്. 6 സീക്രട്ട് റൂൾസ് ആണ്. ഈ ഒരു റൂൾസ് നമ്മൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്യുകയാണെങ്കിൽ, ക്ലിയർ ആയിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്റ്റീവ് വോയിസിലുള്ളൊരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം വിത്തൗട്ട് ഹാവിങ് എനി കൺഫ്യൂഷനോ ഡൗട്ടോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് വരുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ഈ ഒരു പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും അവർക്ക് വരുന്ന ഒരു പ്രശ്നം എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചേഞ്ച് വരുത്തുന്നത്. ചിലപ്പോൾ വേർഡ്സ് ഒമിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു 6 സീക്രട്ട് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, തറോ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു സെൻറ്റൻസിനെ, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഹാവിങ് എനി hesitation, without having any doubt or confusion. So follow this 6 secret tips in order to change an active voice to passive voice. So for more details or for more in-depth knowledge regarding this topic, so please എല്ലാവരും നമ്മളുടെ ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സസിലേക്ക് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. സോ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിലുള്ള എല്ലാ ഗ്രാമാറ്റിക്കൽ ടോപ്പിക്സ്, അതേപോലെ ഇത്തരത്തിലുള്ള ടോപ്പിക്സിൻ്റെ എല്ലാം തന്നെ വേർഡ് ഓർഡർ, സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും തന്നെ ഇവിടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് the topic that I discussed today is very much clear for you. So once again, thank you everyone. So wishing you all a very Merry Christmas. So thank you once again. This is me Devika from Teachers Academy. So thank you all. Thank you so much. Have a nice day.